ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയ അട്ടിമറി നീക്കം പാളി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലറായി ആർ സുഗതൻ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലി നൽകി. ഡെപ്യൂട്ടി മേയറുടെയും നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ജനാധിപത്യത്തിന്റെ വിജയം, ചരിത്ര നിമിഷം, മറ്റ് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായിട്ടും ജനവിധി, തിരുവനന്തപുരത്തെ ജനവിധി BJPക്ക് അനുകൂലമായിരുന്നു. അവർ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. പക്ഷേ ആ സർക്കാരിനെ കുതന്ത്രത്തിലൂടെ, ആ ഭരണസമിതിയെ കുതന്ത്രത്തിലൂടെ താഴെയിറക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സുഗതൻ്റെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും എല്ലാം തന്നെ ഉണ്ടായത്. ആദ്യം അവിശ്വാസത്തിലുള്ള നീക്കം ഉണ്ടായെങ്കിലും പക്ഷേ അത് ഫലം കണ്ടില്ല. പിന്നീട് കൗൺസിൽ യോഗത്തിൽ അടിമുടി കലുഷിതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇടതുവലത് മുന്നണികൾ ശ്രമിച്ചു. അതും ഫലപ്രദമായി തന്നെ ഭരണസമിതി നേരിട്ടു. ഇപ്പോഴിതാ ആ അട്ടിമറിക്കാനുള്ള ആ നീക്കം, കാപ്പ നിയമത്തിൻ്റെ പേരിൽ അറസ്റ്റിലാക്കപ്പെടുകയും അതിൽ നിന്ന് സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ നിന്ന് വിലക്കാനുള്ള നടപടി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ ഹൈക്കോടതി ഉത്തരവ് പാലിക്കപ്പെട്ടിരിക്കുകയാണ്. ജനവിധിയാണ് പരമപ്രധാനമെന്ന് നിരീക്ഷിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ നിലപാടാണ്, അല്ലെങ്കിൽ ആ ഉത്തരവാണ് ഇപ്പോൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് 11 മണിയോടെ വിയ്യൂർ സെൻട്രൽ ജയിലിന് അകത്തെ ലൈബ്രറി ഹാളിൽ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു ചടങ്ങ് നടന്നത്. തീർത്തും ലളിതമായ ചടങ്ങിൽ മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള ആർ സുഗതൻ ഈശ്വരനാമത്തിലാണ് സത്യപ്രതിജ്ഞ നടത്തിയത്. ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥ്, അതുപോലെ തന്നെ മറ്റ് കൗൺസിലർമാരും നഗരസഭാ ഉദ്യോഗസ്ഥരും ജയിൽ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഇപ്പോൾ സുഗതൻ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയതോടുകൂടി തന്നെ മറ്റ് ഭീഷണികളൊന്നുമില്ലാതെ നഗരസഭാ ഭരണം BJPയുടെ കൈകളിൽ തന്നെ സുഭദ്രമായി തന്നെ ഇരിക്കുകയാണ്. അടുത്ത ഭീഷണിയുള്ളത് മൂന്ന് കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ പങ്കെടുത്തില്ലെങ്കിൽ അവരുടെ അംഗത്വം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിൽ സുഗതൻ അവധി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അത് നിയമ ഉപദേശത്തിന് വേണ്ടി നൽകിയിരിക്കുകയാണെന്നും മേയർ വി രാജേഷ് വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ പാളയം മാർക്കറ്റിലെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും അതിൽ നിന്ന് ലഭ്യമാകുന്ന മാസപ്പടി ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ സ്വത്തുക്കൾ കുടുംബ സ്വത്തുക്കൾ എന്ന വിധത്തിൽ അനുഭവിക്കുകയും ചെയ്തിരുന്ന നടപടികളെല്ലാം തന്നെ കോർപ്പറേഷൻ ഇല്ലാതാക്കിയിരുന്നു. അഴിമതി വിരുദ്ധ ദൗത്യം അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതിലെല്ലാം പ്രകോപിതരായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി ഇടതു വലതു മുന്നണികൾ രംഗത്ത് വരുന്നതെന്ന് മേയർ വി രാജേഷ് ശക്തമായി വിമർശിക്കുകയുണ്ടായി. പക്ഷേ അത്തരം ദൗത്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച ശബ്ദമാണ് വി രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് നിയമ നടപടികളുമായി കൗൺസിലറുടെ അഭിഭാഷക സംഘം മുന്നോട്ട് പോവുകയാണ്. ഉത്തരവ് വരുന്നതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും വി രാജേഷ് വ്യക്തമാക്കിയിരിക്കുകയാണ്. മിഥുൻ അയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്.